Welcome everyone to the North Pole. But something feels a little different this year. You see, our beloved Santa Claus isn't his usual jolly self. In fact, he's feeling a little homesick because, well, he's not just any Santa, he's a Malayali Santa from Kerala, where the winters are warm and the Christmas spirit shines bright even without snow. This year, as the Christmas season draws near, Santa's been spending more time reminiscing about simpler times, about Christmas back home filled with appam, banana fritters and coconut trees wrapped in lights. But up here in the North Pole, the workshop is bustling as always, the elves are preparing gifts, the reindeer are ready for flight, but there's just one problem. Santa has lost his Christmas spirit. And without Santa leading the way, there's no Christmas for anyone. With only days left before Christmas, Santa's friends are worried. They've tried carols and even a sleigh ride, but nothing seems to bring back his cheer. It's time for something drastic, an intervention. Will Santa remember the true reason for this season? Will he find his Christmas joy once again? Better watch out, better not cry, better not pout, I am telling you why. 'Cause Santa Claus is coming to town. Oh, let's go! What are we going to do about Santa? What is going to happen to Christmas? ഇങ്ങനെ പോയ ഈ പ്രാവശ്യം ക്രിസ്മസ് ടോയ്സ് ഇല്ല, ഗിഫ്റ്റ്സ് ഇല്ല, കുതിരവണ്ടിയില്ല. ഇതൊന്നും അറിയാത്തയാണോ ഈ അണ്ണാണകൻ പള്ളിക്കാർ പാട്ടും മേളവുമായി ആഘോഷിക്കുന്നത്? കണ്ടില്ലേ ആ മുഖത്ത് വിഷമം? മനസ്സ് മുഴുവൻ കേരളത്തിന്റെ ഓർമ്മകളാണ്. നമ്മളെ ഉണ്ടാക്കിയ ടോയ്സ് എല്ലാം എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുടെ സന്തോഷവും ചിരിയും കേക്ക് ഓർക്കുമ്പോൾ ക്രിസ്മസ് ഒഴിവാക്കാൻ ഒക്കത്തില്ല. സാന്റ ക്രിസ്മസിന് പോയെങ്കിൽ ഞങ്ങൾക്ക് ഗിഫ്റ്റ്സും കുക്കീസും എവിടെ നട്ടു? ഒന്ന് പോടും നിന്റെ കേക്കും കുക്കി. ആദ്യം ചിന്തിക്കാം എങ്ങനെ സാന്റായെ ഉഷാറാക്കി കളത്തിൽ എങ്ങനെ ഇറക്കുമെന്ന് ചിന്തിക്കാം. ഇതൊക്കെ ഒരു ക്രിസ്മസ് ആണ്. പണ്ടൊക്കെ രാവിലെ എണ്ണീറ്റ് എല്ലാരും പള്ളിയിൽ പോയി അമ്മച്ചി ഉണ്ടാക്കിയ പാലപ്പവും കോഴിക്കറിയും കഴിച്ച് കുടുംബക്കാർ കൂടി ബിരിയാണിയും കേക്കും ഒക്കെ ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നതായിരുന്നു ക്രിസ്മസ്. ഇപ്പോൾ എന്താ, ഒരു സാധനം കുത്തിക്കൊണ്ടിരിക്കുമല്ലേ എല്ലാരും? കണ്ടോ കണ്ടോ, ദേ അവിടെ എപ്പോഴും ഒരാൾ കുത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഈ വർഷത്തെ ക്രിസ്മസ് പൊളിയും. എന്നാ സാന്റ ഞങ്ങളെ വെളിച്ചെണ്ണയിൽ വറുത്ത നാടിന് എത്തിക്കാക്കാം. എടുത്തോണ്ട് പോടും. ഇതൊന്നും എന്റെ അമ്മച്ചി ഉണ്ടാക്കുന്നതിന്റെ ഏടടുത്ത് വരില്ല. ക്രിസ്മസ് എന്നാൽ സ്നേഹവും സന്തോഷവുമാണ്. ഇപ്പോൾ അത് എവിടെ? എല്ലാം ഒരു നേരം പോക്ക് പോലെ. Santa, we know you miss the good old days. ക്രിസ്മസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഒച്ചയും ബഹളത്തിന്റെ ഇടയിലും ക്രിസ്മസിന്റെ സന്ദേശം, ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്, ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ എനിക്ക് അറിയാൻ കുട്ടി. നിനക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം കുമ്പനാട് ഗിഫ്റ്റുമായി പോയപ്പോൾ നരന്ത് പോലൊരു പയ്യൻ എന്നെ കണ്ടിട്ട് പറയുക, മമ്മി ദേ ആമസോൺ ഡെലിവറി വന്നെന്ന്. ഇന്നൊരു സന്തോഷവും സമാധാനവും ആരുടെയും മുഖത്ത് കാണുന്നില്ല. ക്രിസ്മസ് എന്താണെന്ന് പോലും മനുഷ്യർ മറന്നതുപോലെ. പണ്ടൊക്കെ കേരളത്തിൽ ജാതി മത ഭേദമന്യേ എല്ലാ വീട്ടിലും നക്ഷത്രങ്ങൾ തൂക്കി എല്ലാരും ചേർന്ന് കരോളും പാട്ടുപാടി പാതിരാ കുർബാനയ്ക്ക് പള്ളിയിൽ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടില്ലായിരുന്നു. എവിടെ നോക്കിയാലും സന്തോഷം.
ഇന്നോ എല്ലാം കച്ചവടം. കുറെ ആളുകൾ ക്രിസ്മസിന്റെ പേരിൽ സമ്പാദിക്കുന്നു. നീയെല്ലാം ശരിയാണ്. Thank God. അല്ല, മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുവോ? നിങ്ങളെ ഇതെന്താ ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കുന്നേ? ഓ, ഇക്കാലത്തെ ക്രിസ്മസിന് എനിക്ക് വലിയ റോളൊന്നും ഇല്ലെന്ന്. എല്ലാരും നെറ്റ്ഫ്ലിക്സിൽ കണ്ട്, സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത്, ആമസോൺ ഡെലിവറിയും കാത്ത് കാലിന്മേ കാല് വെച്ച് കയറ്റി ഇരിപ്പല്ലേ. എന്റെ മനുഷ്യ, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങളെ വെറും ചാണ്ടിച്ചനല്ല, ഒരു സാന്താക്ലോസ് ആണ്. ക്രിസ്മസിന്റെ സന്ദേശം ഒരു ലോകത്തെ അറിയിക്കുക എന്നാണ് നിങ്ങളുടെ ദൗത്യം. അനുചാരോ കുറച്ച് കപ്പയും മീൻകറി എടുക്കണം. ഓ, ഒന്ന് ഉഷാരായിരിക്കും. ഈ മീൻകറിയൊക്കെ ഒന്ന് കഴിച്ചിട്ട് അങ്ങ് പോയി ഡ്രസ് ചെയ്തിട്ടൊന്ന് വന്നേ. പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. എന്നാലും അയ്യോ, ക്ഷമിക്കണേ, അറിയാതെ പറ്റിപ്പോയതാണ്. ഹോളി ഏഞ്ചൽ, മേരി ആൻഡ് ജോസഫ്, വാട്ട് ആൻ ഓണർ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാന്റയ്ക്ക് എന്തോ വിഷമമുള്ളത് പോലെ തോന്നുന്നല്ലോ. എന്താ കാര്യം? ഞങ്ങളെല്ലാരും സാന്റയെ കാണാൻ വന്നാ എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണല്ലോ ഇരിക്കുന്നത്. ഈ ക്രിസ്മസിനെ കുറിച്ച് ഒരു താല്പര്യമില്ലാത്ത പോലെയാണല്ലോ. ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശം താങ്കളെ ഒരിക്കൽ കൂടി അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശരിയാ പറഞ്ഞത്. ഇപ്പോഴൊക്കെ ക്രിസ്മസിന് എന്റെ പ്രസക്തി ഇല്ലാതെ പോലെ തോന്നുന്നു. എനിക്ക് ക്രിസ്മസിന്റെ സ്നേഹവും സന്തോഷവും ആൾക്കാരിൽ എത്തിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ എല്ലാവർക്കും ഗിഫ്റ്റും ഗാഡ്ജറ്റും മതി. നോക്കൂ, മനുഷ്യരുടെ ഇഷ്ടപ്രകാരമുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും ആവശ്യപ്രകാരം സാധിച്ചു കൊടുക്കാനും ഉള്ളതല്ല ക്രിസ്മസ്. എന്നാൽ ഈ സന്തോഷകാലം, ഈ പുണ്യമാസം ആഴമേറിയ കെട്ടുറപ്പുള്ള ബന്ധങ്ങളും സ്നേഹവും പരസ്പര ബഹുമാനവും പകർന്നു നൽകാനുള്ളതാണ് ഈ ക്രിസ്മസ് കാലം. മനുഷ്യരാശിക്ക് എന്നും പ്രത്യാശയും സന്തോഷവും സമാധാനവും സ്നേഹവുമാകുന്ന രക്ഷ എന്ന സമ്മാനമാണ് മാനവരാശിക്ക് നൽകേണ്ടത്. ഒന്നോർത്താൽ ഞാനും മറിയയും കണ്ടുമുട്ടിയപ്പോൾ ലഭിച്ച സന്ദേശം ലോകരക്ഷകനായ ദൈവപുത്രന്റെ മാതാപിതാക്കളാകുവാനായിരുന്നു. അത് പക്ഷെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. അതിൽ ഞങ്ങളുടെ പങ്കോർത്തപ്പോൾ സമാധാനമായി. കാരണം ലോകത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം സ്നേഹമാണ്. അങ്ങനെ ഞങ്ങളിലൂടെ ലഭിച്ച സ്നേഹ സമ്മാനമാണ് യേശു. A newborn king to sing, our finest gifts to bring, to lay before a king, so to honor him, when we come, baby Jesus, I am a poor boy too, I have no gifts to bring, that's fit to give a king, shall I play for you, on my drum? I played my best for him,
about a drum. Even my drum. Even my drum. Even my drum. ഉണ്ണീശു നൽകിയ യഥാർത്ഥ സമ്മാനവും പ്രത്യാശയും രക്ഷയുമാണ്. അത് ലോകത്തെ അറിയിക്കുകയാണ് താങ്കളുടെ ഉത്തരവാദിത്വം. സാന്റ, ഒരു കാര്യം മറക്കരുത്, നിങ്ങളുടെ ദൗത്യം വളരെ വലിയതാണ്. നിങ്ങൾ രക്ഷയുടെ സന്തോഷം ലോകമെമ്പാടും പരത്തുന്നു. ഞാനത് ലോകരെ വിളിച്ചറിയിക്കുന്നു എന്ന് മാത്രം. Wow, finally things are falling into place. താത്ത, വെറുതെ വാചകം അടിച്ചോണ്ട് നിൽക്കാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പോൾ എല്ലാം മനസ്സിലായല്ലേ സാന്റ? എന്നാ പിന്നെ ഈ സന്തോഷ വാർത്ത ലോകമെമ്പാടും പോയി അറിയിക്കുക. എല്ലാരും ഒത്തുകൂടിയപ്പോ ക്രിസ്മസ് ഉഷാറായി. എനിക്കിപ്പോൾ മനസ്സിലായി. താങ്ക് യു ഗബ്രിയേൽ, മേരി ആൻഡ് ജോസഫ്. അയ്യോ, സമയമായി, ഒത്തിരി പണിയുണ്ട്. കുക്കി, സ്പ്രിങ്കിൾസ്, നമുക്ക് തുടങ്ങാം. എല്ലാരും ഹാപ്പി അല്ലേ? Here I come to meet my lovely people of Jerusalem Marthoma Church. Dashing through the snow in a one-horse open sleigh. All the things we go, laughing all the way. The bells on till ring, taking our spirits bright. What fun it is to ride and sing the sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. A day or two ago, I thought I'd take a ride and see Miss Fanny Bride. The sun by my side, the place was green and wild. Misfortune seemed as rotten